എന്തുകൊണ്ടാണ് NSS ആഗോള അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച് LDF സർക്കാരാണ് അഥവാ പിണറായി സർക്കാരാണ് വിശ്വാസ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ NSSന് കൂടുതൽ വിശ്വാസമുള്ളതെന്ന് നിലപാടെടുത്തപ്പോൾ കോൺഗ്രസ്സിന് നൊന്തത് എന്തുകൊണ്ടാണ് BJPക്ക് നൊന്തത്? അത് കേവലം വിശ്വാസികളുടെ മാത്രം വിഷയമായതുകൊണ്ടല്ല. NSSന് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് അത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമല്ല എന്നുള്ളതാണ്. ഇപ്പം ഈഴവ വോട്ട് ബാങ്ക് എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ, മറ്റ് സമുദായങ്ങളുടെയൊക്കെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ NSSൻ്റേത് അങ്ങനെ ഒരു വോട്ട് ബാങ്ക് എന്ന അർത്ഥത്തിലല്ല വരുന്നത്. പകരം NSSന് പൊതുസമൂഹത്തിൽ പൊതുജനാഭിപ്രായം സൃഷ്ടിക്കാനുള്ള ഒരു ശേഷിയുണ്ട് എന്നുള്ളതാണ്. അത് ഈഴവ സമുദായത്തിലെയും ഒക്കെ ഒരു വിഭാഗത്തിലുള്ള ആളുകൾക്ക് അത് സാധിക്കും. പക്ഷേ NSSന് അതിവേഗം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും സാംസ്കാരിക ഇടങ്ങളിലാണെങ്കിലും ഒക്കെ NSSൻ്റെ സാന്നിധ്യം മറ്റ് സംഘടനകളെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. അത് സമുദായ അതല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആ അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ. ആ അഭിപ്രായം എന്ന് പറയുന്നത് അത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. സുജയ, വളരെ വ്യക്തമായി പ്രതിഫലിച്ചു. പിന്നീടാണല്ലോ സുകുമാരൻ നായന്മാർക്കും ഒക്കെ കാര്യം മനസ്സിലായത്. ഇതിൻ്റെ സുവർണാവസരം മുതലെടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നവരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടു സുജയ. അത് കേട്ടപ്പോഴാണ് കാര്യങ്ങൾ ബോധ്യമായത്. സുവർണാവസരമായിരുന്നു എന്നത് കേരളത്തിലെ ചില നേതാക്കൾക്ക് ബോധ്യപ്പെട്ടു. ഈ അഭിപ്രായമുണ്ടാക്കിയ നായർ വിഭാഗത്തിലുള്ള ആളുകൾക്കും ബോധ്യപ്പെട്ടു.